ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് സ്പാർക്ക് പ്ലഗിൻ്റെയാണ്. ഈ ഫുള്ള് വീഡിയോ നിങ്ങൾക്ക് സ്പാർക്ക് പ്ലഗിനെ കുറിച്ച് എന്തൊക്കെ അറിയണോ അതെല്ലാം ഞാൻ ഇന്ന് പറയുന്നതാണ്. അപ്പോൾ ഏത് സ്പാർക്ക് പ്ലഗ് ആയാലും അതിൻ്റെ മുകളിൽ ഒരു ക്യാപ്പ് ഉണ്ടാവും, അതൊന്ന് വെറുതെ വലിച്ചൂരിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് സ്പാർക്ക് പ്ലഗ് ക്ലീനിങ്, സ്പാർക്ക് പ്ലഗ് അഡ്ജസ്റ്റ്മെൻറ്റ്, സ്പാർക്ക് പ്ലഗ് എങ്ങനെ റീഡ് ചെയ്യാം അതും കൂടി ഇന്ന് ഞാൻ പറയുന്നുണ്ട്. ചിലപ്പോൾ ലോങ് ആയെന്ന് വരാൻ വീഡിയോ, അപ്പോൾ ഞാൻ എല്ലാം വിശദമായിട്ട് പറയുന്നതാണ്. അപ്പോൾ ഓരോ വണ്ടിക്കും ഓരോ സ്പാർക്ക് പ്ലഗ് ഉണ്ട്, അറിയാമല്ലോ. അതിന് ഓരോ ഗ്യാപ്പ് ഉണ്ട്, അതാണ് ഞാൻ ഗ്യാപ്പ് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞത്. പിന്നെ ഇത് നമ്മുടെ വണ്ടിയുടെ ടെർമോമീറ്റർ എന്ന് തന്നെ പറയാം. മറ്റേ നമ്മൾ പനി വരുമ്പോൾ നമ്മൾ വെക്കൂലേ വായിൽ, അതേമാതിരിയാണ് ഇതിനും. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാർബറേറ്ററിലെ സെറ്റിംഗ് എങ്ങനെ പോണ് അതും പറയും. പിന്നെന്താണ്, നമ്മുടെ 50,000 കിലോമീറ്റർ ഒക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ ഓയിൽ എടുക്കൂലേ വണ്ടിയിൽ, പിസ്റ്റണിൻ്റെ മുകളിൽ ഓയിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വന്നുണ്ടാകും ഇത് നോക്കാം. ഇത് ഊരിയാൽ നമ്മുടെ ഓയിലിൻ്റെ ട്രേസ് ഒക്കെ സ്പാർക്ക് പ്ലഗിൻ്റെ അവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇത് ഊരണമെങ്കിൽ ഇത് ക്യാപ്പ് ഊരണം. പിന്നെ നമ്മുടെ ടൂൾ കിറ്റിൻ്റെ അകത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് ഉപയോഗിക്കേണ്ട കാരണമൊക്കെ ഉണ്ട്, അവർ പറയണത് ഇത് ഉപയോഗിക്കണം എന്നാണ്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ സ്പാർക്ക് പ്ലഗ് കൂടുതൽ ടൈറ്റ് ആയി കഴിഞ്ഞാൽ ഇവിടുത്തെ ത്രെഡൊക്കെ പോയെന്ന് വരാം. ഞാനിപ്പോൾ സ്പാനറും ഇതും വെച്ചാൽ വേണമെങ്കിൽ ഇതിൻ്റെ അകത്തൊരു വടി ഇങ്ങനെ കയറ്റാം, അതും വെച്ച് ടൈറ്റാക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ ഊരാറ്. ഓക്കെ, അപ്പോൾ അതാവുമ്പോൾ ഒരു നിശ്ചിത അളവുണ്ട്. ഇപ്പം ഇങ്ങനത്തെ സാധനം ഇങ്ങനത്തെ സാധനം വളരെ ഡേഞ്ചറസ് ടൂളാണ്. ഇതൊക്കെ വലിയ ജോലിയൊക്കെ ചെയ്യാൻ പറ്റണ ടൂൾസാണ്. ഇതൊക്കെ വെറുതെ ഇങ്ങനെ ടൈറ്റ് ആയിക്കൊണ്ടേയിരിക്കും, നല്ല ടോർക്കുണ്ടേ. അപ്പോൾ അങ്ങനത്തെയൊക്കെ യൂസ് ചെയ്യുക. പിന്നെ നിങ്ങൾക്കറിയാമെങ്കിൽ ഇതൊക്കെ നോ പ്രോബ്ലം, ഇത്രയും അളവ് മതി ടൈറ്റ് ചെയ്യാൻ, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഓക്കെ. പിന്നെ ഊരണ സമയത്ത് പണിയാവും. അപ്പോൾ ഞാൻ ഊരിയിട്ട് കാണാം. അപ്പോൾ ഇത് സ്പാർക്ക് പ്ലഗ് ഊരി. ഇപ്പോൾ ഇതിൻ്റെ കണ്ടീഷൻ നിങ്ങൾ കണ്ടോ കറക്റ്റായിട്ട്? ഫോക്കസ് ആകാൻ കുറച്ച് നേരം പിടിക്കും. ഓക്കെ, അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ചെറുതായിട്ട് ലീനാണ്, വേണ്ട. എയറും പെട്രോളും അതേ ഒരു റേഷ്യോ ഉണ്ടല്ലോ, ആ ഒരു റേഷ്യോയിൽ വരണം. അപ്പോൾ അതാണ് ഉദ്ദേശിക്കണത്, നല്ല വെള്ള സ്പാർക്ക് പ്ലഗ്. അപ്പോൾ ഈ ക്ലീൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് പെട്രോൾ ഉപയോഗിക്കാം, ബ്രഷും പെട്രോളും, അല്ലെങ്കിൽ ഇതേ WD-40 ഇങ്ങനെ വെറുതെ ഒഴിച്ചാൽ മതി. അത് വെച്ചും ക്ലീൻ ചെയ്യാം. ഞാനിപ്പോൾ പെട്രോൾ വെച്ചാൽ ക്ലീൻ ചെയ്യാറ് കൂടുതലും. WD-40 പിന്നെ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്ത് കാണാം. അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്തു. പിന്നെ ഒരു സത്യം പറയട്ടെ, നമ്മുടെ ഈ 4 സ്ട്രോക്ക് വണ്ടിയിലൊന്നും ശരിക്കും ഈ സ്പാർക്ക് പ്ലഗ് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരു ലിമിറ്റഡ് ചൂടുണ്ടല്ലോ, ഒരു ടെമ്പറേച്ചർ വരും. ആ സമയത്ത് ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി ക്ലീൻ ആവും എന്നാണ് മാനുഫാക്ചേഴ്സ് പറയണത്. പക്ഷേ 2 സ്ട്രോക്കിലൊക്കെ ക്ലീൻ ചെയ്യണം. അതിൽ നമ്മൾ 2T ഓയിലൊക്കെ പെട്രോൾ ടാങ്കിൽ ഇടും. അപ്പോൾ അതിൻ്റെ ഓയിൽ ട്രേസ് ഒക്കെ ഇതിൽ വരും. അപ്പോൾ നിങ്ങൾ ക്ലീൻ ചെയ്യണമെന്ന് തന്നെ ഉണ്ടെങ്കിൽ പെട്രോളും ഇതും വെച്ചൊക്കെ ക്ലീൻ ചെയ്യാം. പിന്നെ അതിൻ്റെ ഒപ്പം ഗ്യാപ്പും അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഗ്യാപ്പ് അഡ്ജസ്റ്റ് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഓരോ വണ്ടിക്കും ഓരോ മാതിരിയാണ് സ്പാർക്ക് പ്ലഗ്. ഇതിൻ്റെ ത്രെഡോക്ക്, ഇതിൻ്റെ ത്രെഡോക്ക്. ഇതാണ് ബൈക്കിൻ്റെ, ഇതാണ് സ്കൂട്ടറിൻ്റെ ആണെന്നറിയില്ല, ഏതോ ഒരു വണ്ടിയുടെയാണ്. അപ്പോൾ നിങ്ങൾ കടയിൽ പോവുക, എന്നിട്ട് ചോദിക്കുക നമ്മുടെ ഈ വണ്ടിക്ക് സ്പാർക്ക് പ്ലഗ് വേണം. അപ്പോൾ അവർ ആ വണ്ടിക്ക് പറ്റിയ സ്പാർക്ക് പ്ലഗ് വരും. അപ്പോൾ അതിൻ്റെ ആ ഗ്യാപ്പ് നിങ്ങൾ കോപ്പി ചെയ്തിട്ട് നിങ്ങളുടെ വണ്ടിയുടെ സ്പാർക്ക് പ്ലഗിന് അഡ്ജസ്റ്റ് ചെയ്യുക. എനിക്കിപ്പോൾ എൻ്റെ വണ്ടിയുടെ അറിയാം, അപ്പോൾ ഞാനത് കോപ്പി ചെയ്ത്. അപ്പോൾ അത് നമ്മളെങ്ങനെ ഇനി കോപ്പി ചെയ്ത് അപ്ലൈ ചെയ്യുന്നതാണ് അതിൽ നിങ്ങൾ ചോദിക്കുന്നത്. അതിന് വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലേഡ് ഉപയോഗിക്കാം. ഞാനിപ്പോൾ 5 ബ്ലേഡ് ഉണ്ട് എൻ്റെ കയ്യിൽ, കണ്ട 5 ബ്ലേഡ് ഉണ്ട്. ഞാൻ അപ്പോൾ അങ്ങനെയാണ് യൂസ് ചെയ്യാറ്. അത് വെച്ച് ഇങ്ങനെ അകത്ത് കയറ്റി ഒന്ന് മുട്ടിയില്ല എന്ന് പറഞ്ഞൊരു റേഞ്ചിലാക്കുക. ഞാൻ ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഒരു സ്ക്രൂ ഡ്രൈവർ കയറ്റിയിട്ട് വെച്ചിട്ട് പതുക്കെ തട്ടുക, എല്ലാം റെഡിയാവും. പിന്നെ നിങ്ങൾ ഒന്നും കൂടി ക്ലീൻ ചെയ്യണമെങ്കിൽ ഒന്ന് സ്റ്റാൻഡ് പേപ്പർ അകത്തിട്ട് ഇങ്ങോട്ടാക്കി എല്ലാം റെഡിയായി കിട്ടും. പിന്നെ ഓരോ മാനുഫാക്ചേഴ്സ് പറയും ഒരു 20,000 കിലോമീറ്റേഴ്സിന് മാറ്റുക, 20-40 അങ്ങനെ സ്പാർക്ക് പ്ലഗ് മാറ്റുക എന്നാണ് റെക്കമെൻഡഡ്. നിങ്ങൾക്ക് ഇഷ്ടമാതിരി ചെയ്യാം, ഞാൻ എൻ്റെ ഇത് പറഞ്ഞെന്നുള്ളൂ. പിന്നെ നിങ്ങളിത് തിരിച്ചു വെക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ഗ്രീസ് അപ്ലൈ ചെയ്യുക. ഈ ഗ്രീസ് മേടിക്കണേണ് നല്ലത്, നല്ല ഗ്രീസാണിത്. ഈ ഗ്രീസ് മേടിച്ച് നിങ്ങൾ ഇതിൽ തേച്ചിട്ട്, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ റെക്കമെൻഡഡ് ടൂൾ വെച്ചിട്ട് ടൈറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും ടൈറ്റ് ചെയ്താൽ മതി എന്നുണ്ടാവും, കൂടുതൽ ടൈറ്റ് ചെയ്യാനും പറ്റൂല. അപ്പം ഞാൻ ഇതിലെല്ലാം കവർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. പിന്നെന്താ പറയണ്ടത്, പിന്നെ നിങ്ങൾ
ഇവിടെ എന്തെങ്കിലും കച്ചറ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റുക. എൻജിൻ്റെ അകത്ത് കയറരുത്. ത്രെഡ് ഉണ്ടാവും, ഞാൻ കാണിച്ചു തരാം കേട്ടാ. ആ ത്രെഡാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നം ഉണ്ടാവുന്നത്. വലിയ വലിയ ടൂൾസൊക്കെ വെച്ച് ഉപയോഗിച്ചാൽ ആ ത്രെഡ് പോയെന്ന് വരാം. അപ്പോൾ ആദ്യം നിങ്ങൾ ഗ്രീസ് വെച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ കൈവച്ച് തന്നെ ചെയ്യണം. കൈവച്ച് ഇങ്ങനെ കയറ്റണം. അത് കഴിഞ്ഞിട്ട് ത്രെഡൊക്കെ നല്ല സുഖമായിട്ട് കയറിയെന്ന് മനസ്സിലായെങ്കിൽ മാത്രം ടൂള് വെച്ച് ഇങ്ങനെ ടൈറ്റ് ചെയ്യുക. ഓക്കെ, അത്രേ ഉള്ളൂ. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഇത്രയൊക്കെ ചെയ്താൽ മതി. സ്പാർക്ക് പ്ലഗിൻ്റെ ലൈഫ് കൂടിയെന്ന് വരാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതും കൂടി ക്ലീൻ ചെയ്യാം. അതിപ്പോൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി വലിയ കാര്യമൊന്നുമില്ല. ഇത് ഊരിയിട്ട് ആ WD-40 പെട്രോളോ എന്താണെങ്കിലും വെച്ച് ക്ലീൻ ചെയ്യാം. അത് പിന്നെ തിരിച്ചു വെച്ചുക. നമ്മുടെ മൈലേജൊക്കെ കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ തന്നെ പറയാനുണ്ടായി. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ എഴുതുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ. ബൈ ബൈ.